ഇനി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതിനുള്ളതെല്ലാം ഇതിലുണ്ട്. പിന്നെ മുറിവ് ഉണങ്ങുന്നവരെ നനയ്ക്കരുത് കേട്ടോ. എനിക്ക് കുളിക്കാതിരിക്കുന്ന കാര്യത്തിലെ കഷ്ടം. എന്തെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിവെച്ചിട്ടാവാം. പിന്നെ വെള്ളം നനയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിക്രത്തിന്റെ നേതാവ് ശ്രീകാര്യ ശ്രീനിവാസൻ ആളുടെ കേസ് വാദിക്കുന്ന വേദയാണല്ലേ? അതെ, ആ കേസ് പുനരന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അറസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ചിലപ്പോ അതിന് ജാമ്യവും കിട്ടും. കേസിൽ വിക്രത്തിന്റെ പേരും കണ്ടല്ലോ. അത് പറഞ്ഞ വിക്രമിന് ചിലപ്പോ ടെൻഷനാവും, പേടിയാവും. അതുകൊണ്ട് പറഞ്ഞില്ല. എനിക്ക് എന്റെ കാര്യത്തിൽ പേടിയൊന്നുമില്ല. അത് പിന്നെ പണ്ടേ അങ്ങനെയാണല്ലോ. അല്ലെങ്കിലും ബുദ്ധിയില്ലാത്തവർക്ക് ധൈര്യം കൂടും. അയ്യോ മതി മതി മതി. ഇനി ഇവിടെ കിടന്ന് രണ്ടുപേരും കൂടി അടിപിടി കൂടണ്ട. ഒന്ന് നിർത്ത്. ഇത് ഞങ്ങൾക്കിടയിൽ സ്ഥിരമുള്ളത്. അടിയൊന്നുമല്ല. ഇങ്ങനെയാണ് ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുക. അല്ലേ വിക്രം? ഒന്ന് മിണ്ടാതിരിക്കും വേദ. എന്താ വിക്രമിന് നാണം വന്നോ? വേദേശി, വേദേശി, വേദേശി വരുന്നു. എങ്കിതാ ഞാൻ അകത്ത് വെക്കാം. വേണ്ട. അതെങ്ങനെയാ വീണേ? അത് കാറ്റാവും. കാറ്റോ? എന്റെ കൈ തട്ടിയതാ. ഓ ആണോ? ശരി ശരി, വീട്ടിൽ ചെല്ല്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. വരൂ. ഇങ്ങനെ അടച്ചിട്ട് സംസാരിക്കാൻ മാത്രം എന്താ ഉള്ളത്? ആ കുട്ടിയോട് താഴേക്ക് വരാൻ പറയാറുന്നില്ലേ? എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കായിരുന്നു? ഏത് കുട്ടി? വേദിയിൽ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. ആണോ? ഒന്നിങ്ങോട്ട് വരാൻ പറ മോളെ. എനിക്കൊന്നും വയ്യ. ജ്യൂസ് കഴിച്ചെന്നിട്ട് മുറിയിലേക്ക് വരെ വേദേശി എന്നെ കടത്തി വിട്ടില്ല. അതെന്താ? നേരത്തെ എന്ന് ചോദിച്ചോ? രണ്ടുപേരും കൂടി കാര്യമായിട്ട് വാതിലടച്ചിട്ട് ഡിസ്കഷനില്ല. ഞാൻ പോയി വിളിച്ചോണ്ട് വരാമേ. ചെല്ല്, പോയ പോലെ തിരിച്ചു വരാം. നോക്കാലോ. ഇവിടെയുള്ള താമസം ഇത്തിരി റിസ്ക് ആണ് കേട്ടോ. എപ്പോഴും നിനക്ക് ആളുകളെ റൂമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റോ? ആളുകൾക്ക് എന്റെ മുറി പരിശോധിക്കാൻ വരേണ്ട കാര്യം എന്താ? ഇവിടെ ആരും അതിനെ ധൈര്യപ്പെടില്ല. പിന്നെ റിസ്ക് എടുക്കുന്നതിലും ഒരു രസമല്ലേ? വേദേ, 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 വേദേ. എന്താ വർഷം എടുത്ത് വേണ്ടത്? നിന്റെ ഒരു കൂട്ടുകാരി വന്നെന്നറിഞ്ഞു. കാണാൻ വന്നതാ. അതാ ഞാനാ ഇഷിത. ഞാൻ വർഷ. അറിയാം, വേദ പറഞ്ഞിട്ടുണ്ട്. ശ്രീയേട്ടന്റെ വൈഫല്ലേ? അങ്ങനെ അല്ലാതെ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അറിയാം. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ ഒന്ന് കാണാന്ന് കരുതി വന്നതാ. ഞാൻ താഴേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. എന്നാ വാ, അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. വാ വേദേ. നിങ്ങൾ വരാം. അല്ല, ഇതെന്താ ഈ മുറിയിൽ ഒരു മരുന്നിന്റെ മണം? നോക്കട്ടെ, ഒന്ന് മാറിയേ. മരുന്നിന്റെ മണമാണല്ലോ. നിങ്ങളെന്താ ഡിറ്റക്റ്റീവ് കളിക്കുകയാണോ? മുറിയിൽ നിന്ന് മരുന്നിന്റെ മണം ഉണ്ടാവാൻ പാടില്ലേ? അത് ഞാൻ പുറമേതിലേക്ക് അടിച്ചതാ. അതങ്ങ് പറഞ്ഞ പോലെ എന്തിനു ചൂടാവുന്നേ? ചൂടായതല്ല, വർഷയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ. ഞാൻ വന്ന അന്ന് മുതൽ വർഷയെടുത്ത് വേറൊരു രീതിയിലാ പെരുമാറുന്നത്. ഇനി ആ കുട്ടി കേൾക്കാൻ എന്നെ കുറിച്ച് അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. എന്നെ കുറിച്ച് ആ കുട്ടി മോശമായിട്ട് കരുതും. എന്നാലേ ഡിറ്റക്റ്റീവ് വരാൻ നോക്ക്. ഒരു മരുന്നിന്റെ ഇറങ്ങിയിരിക്കുന്നു. വാ ഇങ്ങോട്ട് വാ. ശ്രീനിവാസൻ സാറിനെ ജാമ്യത്തിലിറക്കാനാ? CA സാർ അകത്തുണ്ട്, ചെന്നോളൂ. അല്ല, നിങ്ങളിത് കൊണ്ടാ അവിടെ ചെന്നേ. ശരി, ആ ഡോറിനടുത്ത്. മേയ്. ഇരിക്കും. താങ്ക് യു. എന്താ വിഷയം? അത് ഇൻസ്പെക്ടർ സാറിന് മനസ്സിലായി കാണുമല്ലോ. ഊഹിച്ച് ജാമ്യം അല്ലേ? അതെ. നടക്കില്ല വക്കീലെ. അതെന്താ? IPC 153A ആണ് ചാർജ്. BNS 196. 153A? അതെ, കൊഗ്നിസബിൾ ഒഫൻസ് അല്ല വക്കീലെ. അറിയാലോ, വാറണ്ട് പോലും വേണ്ട. 5 വർഷം മുൻപ് നടന്ന കേസല്ലേ? അന്ന് ഈ വകുപ്പ് ചാർജ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ഇപ്പോഴത്തെ അന്വേഷണത്തിലാണ് ഇങ്ങനൊരു വർഗീയ വിദ്വേഷം കൂടി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടത്. എലക്ഷൻ നടക്കാൻ പോവാ. ഇനി അധികം ദിവസമില്ല. ഈ സമയത്ത് ഇങ്ങനൊരു അറസ്റ്റ് ദോഷം ചെയ്യും. സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്തതെന്ന് നിയമമൊന്നുമില്ലല്ലോ. കോടതി ആവശ്യപ്പെട്ടതല്ലേ പുനരന്വേഷണം? ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണെന്ന് കോടതിയിൽ ഞാൻ വാദിക്കും. ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാന്നേ. വക്കീലിച്ചല്ലേ, നാളെ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കും. ഒരു ദിവസം ആളിവിടെ കിടക്കട്ടെ. ചോദിക്കുന്നവരോട് ഞാൻ മറുപടി പറഞ്ഞോളാം. അവസരമായിട്ട് ചോദിക്കാം. സാധിക്കുമെങ്കിൽ ആ വകുപ്പ് 153 ആക്കി മാറ്റാൻ കഴിയും. പറ്റില്ല വക്കീലെ. FIR ക്ലോസ് ചെയ്ത് എൻട്രി ചെയ്തു കഴിഞ്ഞു. ഇനി ഒടേതം വരെ പോലും മാറ്റാൻ കഴിയില്ല. എനിക്ക് ശ്രീനിവാസൻ ഒന്ന് കാണണം. അതിനെന്താ, കണ്ടോളൂ സർ. വക്കീലിന് ആ നേതാവിനൊന്ന് കാണിച്ചു കൊടുക്കുക. ശരി സാർ. പിന്നെ വക്കീലെ, ലോക്കപ്പിൽ നമ്മൾ പുള്ളിക്ക് കസേരയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഥവാ ജയിച്ച് ഭരണത്തിൽ വന്നാൽ നമ്മൾ തമ്മിൽ കാണേണ്ടവരല്ലേ. ഓക്കെ. വക്കീലെ കണ്ടില്ലേ, അവർ കസേരയും പത്രമൊക്കെ തന്ന് മര്യാദ കാണിച്ചിട്ടുണ്ട്. പക്ഷേ FIR ഞാൻ അറിഞ്ഞു. ആ CAയുടെ പിന്നില് ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അയാൾ ഇത്ര സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യില്ല. 153A മനഃപൂർവ്വം ആഡ് ചെയ്തിട്ടുള്ളതാണ്. അത് കോടതി നമുക്ക് വാദിക്കാം, തെളിയിക്കുകയും ചെയ്യാം. സാരമില്ല, ഒരു ദിവസം ഇവിടെ കഴിയണമെന്നല്ലേ ഉള്ളൂ. നാളെ കോടതി നോക്കാം. മറ്റു വിവരങ്ങൾ എന്താ രാജാ? എല്ലാ രീതിയിലും അന്വേഷിക്കുന്നുണ്ട്. രണ്ടുപേരെ കുറിച്ച് വിവരമൊന്നുമില്ല. പുളിക്കനെ വല്ലാതെ വിശ്വസിച്ചാണ് നമ്മൾ ചെയ്ത തെറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. വിക്രത്തെ പോലീസ് പൊക്കിയാൽ പുളിക്കൻ കോടതി പ്രത്യക്ഷപ്പെടും. വിക്രമെതിരായ സാക്ഷി മൊഴിയുമായി. എന്ത് തോന്നുന്നു വക്കീലെ? ഞാൻ ആദ്യമേ ആ സംശയം പറഞ്ഞതല്ലേ. എതിർചേരിയിൽ നിന്ന് പുളിക്കനെ ആരോ നിയന്ത്രിക്കുന്നുണ്ട്. ഇത്ര നാളും കൂടെ വന്നിട്ട് അവൻ ഒറ്റി. സാരമില്ല വക്കീലെ, ഒരു കാര്യം ചെയ്യേ, ഇവരുടെ കൂടെ പാർട്ടി ഓഫീസ് ഒന്ന് പോകണം. നമ്മുടെ ആളുകളോട് കാര്യങ്ങൾ വിശദീകരിക്കണം. നാളെ ഞാൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നവരെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാൻ നോക്കണം. അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടെന്ന് പറയണം. ഇങ്ങോട്ട് ആരും വന്ന് കാണണ്ടെന്ന് പറഞ്ഞേക്കെ. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമല്ലോ അല്ലേ? ഉറപ്പായും കിട്ടും. എന്നാ ശരി, ആദ്യം ഞാൻ പുറത്തിറങ്ങട്ടെ, ബാക്കി പിന്നെ തീരുമാനിക്കാം. CI നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് നോൺ വെയിലബിൾ ഒഫൻസ് ആയിട്ടാ FIR ചാർജ് ചെയ്തത്. അവന്റെ വക്കീല് പോയതുപോലെ തന്നെ മടങ്ങി പോന്നെന്നാ കേട്ടത്. നാളെ കോടതിയിൽ ചിലപ്പോ അയാളൊന്ന് വകുപ്പ് ആയതുകൊണ്ട് ജാമ്യം കൊടുക്കരുതെന്ന് പ്രോസിക്യൂട്ടർ സ്ട്രോങ് ആയിട്ട് വാദിക്കും. ഇന്ന് വൈകുന്നേരം ഞാൻ പ്രോസിക്യൂട്ടറെ ഒന്ന് കാണുന്നു. ബാക്കി കാര്യം അയാൾ നോക്കിക്കോളും. ജാമ്യം കോടതി നിഷേധിച്ച പിന്നെ രക്ഷപ്പെട്ടു. നേരെ ജയിലിലേക്ക്. അവിടുന്ന് ചോദ്യം ചെയ്യാൻ വാങ്ങിക്കലും തിരിച്ചു കൊടുക്കലുമായിട്ട്
കുറച്ച് ദിവസം ഒരു 90 ദിവസം എടുത്തിട്ട് വേണം നമുക്ക് കുറ്റപത്രം തയ്യാറാക്കാൻ. അതുവരെ അവൻ അതിനകത്ത് കിടക്കും. അതിനിടയിൽ ഇലക്ഷൻ കഴിയും. താൻ ജയിക്കുകയും ചെയ്യും. ജയിലിൽ കിടക്കുന്ന ആളിന് വേണ്ടി ജനം വോട്ട് ചെയ്യാൻ പോകുന്നില്ല. പത്രഭാഷയിലെ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി താൻ ജയിക്കും വാസവ. എന്താണോ താൻ ചിരിക്കാത്ത? സന്തോഷിക്കേണ്ട കാര്യമല്ലേ പറഞ്ഞത്? എനിക്കിനി എന്താ സന്തോഷിക്കാനുള്ളത്? സോറി, ഞങ്ങള് അതുദ്ദേശിച്ചല്ല. വാസവന്റെ ഫീലിങ്സ് ഞങ്ങൾക്ക് മനസ്സിലാവും. ശ്രീനിവാസൻ ജയിച്ചാൽ തന്നെ എനിക്ക് പ്രശ്നമില്ല ശ്രീകാന്ത്. എന്റെ പ്രശ്നം എന്റെ മകനെ കൊന്നവനാ, ആ വിക്രം. ശ്രീനിവാസൻ ഏത് മാളത്തിലാണ് അവനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി കൂടെ അല്ലേടോ ഈ ഓപ്പറേഷൻ? ഞങ്ങൾക്കും വിക്രത്തെ തന്നെയാ കിട്ടേണ്ടത്. ശ്രീനിവാസനെ ഒതുക്കിയത് അതിനുള്ള വഴി ഒരുക്കാൻ വേണ്ടി മാത്രം. അതെ, വാഴ നനയുമ്പോ ചീരകം കിട്ടിക്കോട്ടെ ഒരു തുള്ളി എന്നതുപോലെ ആ ശ്രമത്തിനിടയിൽ വാസവന്റെ ജയവും ഞങ്ങൾ ഉറപ്പിക്കുകയാണെന്ന് മാത്രം. അധികാരത്തിൽ വന്നാലും നമ്മൾ കാണേണ്ടവരാണല്ലോ. ഒരു കാര്യം ഉറപ്പായും പറയാം, അവൻ പേടിച്ച് ഓടിത്തുടങ്ങും. ഓടി ഓടി നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് വീഴും. താൻ ഇലക്ഷൻ ജയിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുമ്പോ ഇരട്ടി മധുരമായ ആ വാർത്ത ഞാൻ എത്തിക്കും. അവന്റെ മരണ വാർത്ത. എങ്കിൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് എന്തും പ്രതീക്ഷിക്കാം. വ്യക്തിപരമായി മാത്രമല്ല, MLA എന്ന നിലയിലും. അധികാരത്തിൽ വരുന്നത് ഞങ്ങളുടെ സർക്കാരാണെങ്കിൽ പിന്നെ അറിയാലോ. അത് മതി. ഡീൽ. ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാ. നോക്ക്, എനിക്ക് വേണ്ട. ഇങ്ങനെ വറ്റ പെറുക്കി കഴിക്കാതെ ഉരുട്ടുണ്ട് തീറ്റി. ദിപ്തി, ഈ കുട്ടി ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? വിരഹ ദുഃഖമല്ലേ, കുറച്ച് കഴിയുമ്പോ മാറിക്കോളൂ. ശ്രീയേട്ടനില്ലാതാവുമ്പോ അത് വർഷത്തേക്ക് മനസ്സിലാവും. എന്താടി പറഞ്ഞേ? ഇപ്പൊ തോന്നിയില്ലേ? അത് തന്നെ. അമ്മേ, കേട്ടില്ലേ? മിണ്ടാതിരിക്കെ. ഇനി അത് പറഞ്ഞ് വഴക്ക് വേണ്ട. അമ്മയുടെ മകൻ മരിച്ചു പോകുന്നതിനെ പറ്റി കൂടിയാ പറഞ്ഞത്. പറഞ്ഞത് തെറ്റന്നെയാ. പക്ഷേ അവളോടിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വെറുതെ ഇതിലും വലുത് കേൾക്കാന്നല്ലാതെ വേറെ എന്ത് ഗുണം? വേദേ, ഇരിക്കുമോളെ. ഞാൻ മുകളിലിരുന്ന് കഴിച്ചോളാം. ഇത് ദേ വേറെ തരാം. ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചാലെന്താ? ഞങ്ങൾക്ക് എന്താ അയിത്തം ഉണ്ടോ? അയിത്തം, ആഭിജാത്യ കുരു, ദുരഭിമാന കൊമ്പ്, ജാതി വെറി, ഇതൊക്കെ ആർക്കാണെന്ന് ഞാൻ പറയണോ? നീ എവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിച്ചോ മോളെ. അതിനിപ്പോ എന്താ? പല വീടുകളിലും ഊണുമേശയിലാണമ്മേ വലിയ വഴക്കുകൾ ഉണ്ടാവുന്നത്. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ. എന്നാൽ ഇനി 3 നേരം അവിടെ നിന്ന് തന്നെ കഴിച്ചു. ആയിക്കോട്ടെ, ഇനി അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്നെ കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണോ? നിങ്ങളെ മാത്രമായിട്ടല്ലല്ലോ കാണുന്നത്. നിങ്ങളെ കാണുമ്പോ നിങ്ങളുടെ ഭർത്താവിനെ ഓർമ്മ വരും. അപ്പോ നിങ്ങളുടെ അച്ഛനെയും ഓർമ്മ വരും. അതിലും നല്ലത് അത് ഒഴിവാക്കുന്നതല്ലേ. എന്റെ അച്ഛനോട് എന്ത് ചെയ്തെന്നാ? സൗകര്യം കിട്ടുമ്പോഴേ അച്ഛനോട് ചോദിച്ചോളൂ. മതി, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? നിനക്ക് ആവശ്യമുള്ളത് എടുത്തോണ്ട് പോവേദേ. ഇതെന്താ ഇത്രയും ചോറോ? എന്താ ഇനി അതിന് കണക്കുണ്ടോ? ഓ അമ്മ, എന്നാ ഇനി അത് വേണ്ടെന്ന് വെക്കാം. നീ നിനക്ക് ആവശ്യമുള്ളത് എടുത്തു വേദേ, എന്നിട്ട് ചെല്ല്. അവള് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ വർഷേ. എനിക്ക് തോന്നുന്നത് ശരിക്കും ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലാണെന്ന്. ആ സമയത്ത് ചിലർക്ക് വിശപ്പ് കൂടുന്ന വയറ്റിലെ കൊക്കപ്പുഴുവാ. അല്ലാതെ അവൾക്കൊരു ഡിപ്രഷനും ഇല്ല. വിക്രം, എന്താ ഉറങ്ങിപ്പോയോ? മരുന്നിന്റെ സെഡേഷൻ ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. നല്ല കാര്യായി. വാതില് കുറ്റിയിടാതെ ഇങ്ങനെ കിടന്ന പുറത്തുനിന്ന് ആരെങ്കിലും വന്നാ കാണില്ലേ? വാതില് താൻ പുറത്തുനിന്ന് പൂട്ടിക്കാണോന്ന് കരുതി. എന്നാലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യായിരുന്നല്ലോ. സാരില്ല, പോയി കൈ കഴുകിട്ടോ. കഴിക്കാം. ഞാനിങ്ങനെ കഴുകാനാ? അയ്യോ, അത് ഓർത്തില്ല. സ്പൂൺ ഉണ്ടായിരുന്നെങ്കിൽ ഇടത് കൈ കൊണ്ട് കഴിക്കായിരുന്നു അല്ലേ? അത് ഞാൻ എടുത്തതുമില്ല. അത് സാരമില്ല, വഴിയുണ്ട്. ചെന്ന് വാ കഴുകിട്ട് വാ. കാല് ശ്രദ്ധിച്ച്. ഇത് കുറെ ചോറുണ്ടല്ലോ. നമുക്ക് രണ്ടുപേർക്കും കൂടിയാ. ഈ ഒരേ പ്ലേറ്റിലോ? എന്താ, കഴിച്ചൂടെ? എനിക്ക് വിരോധമൊന്നുമില്ല. എന്നാ വിക്രം കഴിക്ക്. അല്ല, അത് ഞാൻ എന്താ ഞാൻ തന്നാ കഴിക്കില്ലേ? അല്ല, അതുകൊണ്ടല്ല. എന്നാ കഴിക്ക്. ആരാ? അതറിഞ്ഞിട്ട് നീ തുറക്കൂ. നിങ്ങളും നിങ്ങളുടെ അമ്മായിയച്ഛനും കൂടി ഒരുപാട് ആലോചിച്ച് ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ. അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ. നിങ്ങൾ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല.